ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോർഗെറ്റ് ടെക് PSC. ഈ വീഡിയോയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ 13ാമത്തെ സെഷനാണ്. 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന 13ാമത്തെ സെഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റേറ്റീവ് വരുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒരു സ്റ്റാർ മാർക്ക് ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the lower critical point of a plain carbon steel is 723 degrees Celsius, 950 degrees Celsius, 650 degrees Celsius, 400 degrees Celsius. കറക്റ്റ് ആൻസർ വരുന്നത് 723 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യം കേട്ടോ. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാൽ 910 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് നോക്കാം, ഇവിടെ വരുന്നതാണ് ഈ 910 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതും 723 ഡിഗ്രി സെൽഷ്യസും, അത് രണ്ടുമാണ് അപ്പർ ആൻഡ് ലോവർ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. 910 ഡിഗ്രി സെൽഷ്യസും 723 ഡിഗ്രി സെൽഷ്യസും ആണ് അപ്പർ ആൻഡ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ. അടുത്ത ക്വസ്റ്റ്യൻ: ദ സ്റ്റീൽ ഈസ് ഹീറ്റഡ് ടു എ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആൻഡ് കൂളിംഗ് ഇൻ സ്റ്റിൽ എയർ ടു റൂം ടെമ്പറേച്ചർ. ഏതാണ്? ഹാർഡനിങ്, നോർമലൈസിങ്, അനീലിംഗ്, ടെമ്പറിങ്. ഏതാണ്? നമ്മൾ ഈ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. എന്താണ്? നോർമലൈസിങ് ആണ്. ഓക്കെ, അപ്പോൾ അനീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫർണസിൽ വെച്ചിട്ട് ചൂടാക്കുന്നു, എന്നിട്ട് നമ്മൾ ഫർണസ് ഓഫ് ആക്കുന്നു, എന്നിട്ട് ഫർണസിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ട് തണുക്കുകയാണ് ചെയ്യുക. അതാണ് അനീലിംഗ്. നോർമലൈസിംഗ് എന്ന് പറഞ്ഞാൽ ഫർണസിൻ്റെ ഉള്ളിൽ വെച്ച് ചൂടാക്കിയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് എയറിൽ തണുപ്പിക്കുന്ന രീതി, അതാണ് നോർമലൈസിങ്. ഇനി ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ ഫർണസിനകത്ത് ചൂടാക്കിയിട്ട് പുറത്തെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഓയിൽ ബാത്തിൽ വെച്ചിട്ട് തണുപ്പിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ചൂടുള്ള സാധനം ഒരു ലിക്വിഡ് ബാത്തിൽ വെച്ചിട്ട് തണുപ്പിക്കുന്ന രീതിക്കാണ് ക്വെഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാർഡനിങ് വരുന്ന ഒരു പോർഷനാണ് ക്വെഞ്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ആക്യുറസി ഓഫ് ബിവൽ പ്രൊട്ടക്ടർ ഇസ് 1 ഡിഗ്രി, 5 ഡിഗ്രി, 0.5 ഡിഗ്രി, 1 ഡിഗ്രി, 55 മിനിറ്റ്സ്. അപ്പോൾ ആൻസർ 1 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തന്ന ആൻസർ കീയിൽ വന്നാണ് ഈ 1 ഡിഗ്രി എന്നുള്ളത്. പക്ഷേ ബിവൽ പ്രൊട്ടക്ടറിൻ്റെ ആക്യുറസി പറയുമ്പോൾ നിങ്ങൾ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ആക്യുറസി ഓഫ് ബിവൽ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്സ് ആണ്. ഒരുപാട് ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യനാണ് ഈ സാധനം. ഓക്കെ, ആക്യുറസി ഓഫ് ബിവൽ പ്രൊട്ടക്ടർ 5 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ഡിഗ്രി എന്നാണ് അവരതിൽ തന്നിരിക്കുന്ന ആൻസർ കീയിൽ തന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ പഠിച്ചത് 1 ഡിഗ്രി ആണെങ്കിൽ തന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണുമ്പോൾ 5 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്യുക കേട്ടോ. അടുത്തത്: വൈൽ ഗ്യാസ് കട്ടിംഗ് ദ മെറ്റീരിയൽ വിൽ മെൽറ്റ് ഓഫ് ആൻഡ് ഫോം എ സ്പേസ്. ദ സ്പേസ് ലെഫ്റ്റ് ബ്ലാങ്ക് ഡ്യൂറിങ് ഗ്യാസ് കട്ടിംഗ്. അതിൻ്റെ ഓപ്ഷൻസ്: ഡ്രാഗ്, കേർവ്, ക്രേറ്റർ, ലാക്ക് ഓഫ് ഫ്യൂഷൻ. അതായത് ഗ്യാസ് കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാസ് കട്ടിങ് പോയ ആ മെറ്റൽ മെൽറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്യാസ് കട്ടിങ് പോയ ഒരു ഭാഗം സ്പേസ് ആയിരിക്കില്ല എന്തായാലും അല്ലേ, ആ സ്പേസിന് എന്താണ് പറയാന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ കർഫാണ്. ഓക്കെ, കർഫ്. അപ്പോൾ അത് നോക്കാം. ഇപ്പോൾ ഈ ഗ്യാസ് കട്ടർ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ ലെഫ്റ്റ് ചെയ്ത ആ ഒരു ഭാഗം, ആ ഒരു വിടവ്, അതാണ് കർഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു വിടവ് പോലെ തോന്നുന്ന വിടവാണത്, അതാണ് കർഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡ്രാഗ് എന്താ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോഡ്, ഈ ഗ്യാസ് കട്ടിങ് ടോർച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ കട്ടിങ് വരുമ്പോൾ ഒരു ചെറിയൊരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ, ചെറിയൊരു ആംഗിളിലാണ് ഇങ്ങനെ കട്ടിങ് നടക്കുക. കറക്റ്റ് സ്ട്രെയിറ്റിലായിരിക്കില്ല ആ കട്ടിങ് പോവുക, ചെറിയൊരു ആംഗിളായിരിക്കും പോവുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്യാസ് കട്ടിങ് ടോർച്ചിൻ്റെ ഒരു പെർപെൻഡിക്കുലറും ആ കട്ടിങ് വരുന്ന എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, എന്താണ് ഡ്രാഗ് എന്നുള്ളത്. അടുത്തത് ഈ പ്രീ ഹീറ്റിംഗ് ഓറിഫൈസസ് കണ്ടോ. പ്രീ ഹീറ്റിംഗ് ഓറിഫൈസസ് ഒരു ടോർച്ചിൻ്റെ എൻഡ് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് പ്രീ ഹീറ്റിംഗ് ഓറിഫൈസും. ഈ സെൻട്രലിലുള്ള ഹോളിൽ കൂടെയാണ് കട്ടിങ് ഓക്സിജൻ ഓറിഫൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് വരുന്ന സെൻട്രൽ ഹോളിലും മുന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസിലുള്ള ഹോൾസ് എന്ന് പറഞ്ഞാൽ പ്രീ ഹീറ്റിംഗ് ഓറിഫൈസസ് ആണ് കേട്ടോ. അതാണ് തൊട്ടടുത്തുള്ള ക്വസ്റ്റ്യനിൽ കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ്
5 small holes around the central hole in the tip of cutting blow pipe. ഇപ്പോൾ കാണിച്ചത് ഫിഗർ കേട്ടോ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻസ് കണ്ടാൽ അറിയാം അല്ലേ. സപ്ലൈ ഓക്സിഅസെറ്റിലിൻ ഫോർ പ്രീ ഹീറ്റിംഗ് കണ്ടോ. ഇതാണ് ഇപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. സപ്ലൈ ഓക്സിഅസെറ്റിലിൻ ഫോർ പ്രീ ഹീറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടിൻ ഇസ് 327 ഡിഗ്രി സെൽഷ്യസ്, 651 ഡിഗ്രി സെൽഷ്യസ്, 234 ഡിഗ്രി സെൽഷ്യസ്, 420 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ സിങ്കിനെ പറ്റിയാണ് ചോദിച്ചത്. ഇത്തവണ അത് ടിന്നിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ എത്രയാണ്? 234 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടിൻ. ബാക്കിയുള്ള മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. The which property relates to wire drawing operation? കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വയർ ഡ്രോയിങ്. ഓക്കെ, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ടെൻസിറ്റി, ഫ്യൂസിബിലിറ്റി. ഏതാണ്? ഡക്റ്റിലിറ്റിയാണ് വയർ ഡ്രോയിങ് ഓപ്പറേഷനിൽ വരുന്ന പ്രോപ്പർട്ടി. ഓക്കെ, വയർ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ അത് ഡക്റ്റൈലായിരിക്കും അല്ലേ. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഡക്റ്റൈലായിരിക്കും. അപ്പോൾ സോഫ്റ്റിനായിരിക്കും. ഒരു തിൻ വയറിലേക്ക് നമുക്ക് എങ്ങനെ ഡ്രോ ചെയ്തെടുക്കാൻ കഴിയും. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റീറ്റെയിൻ ദി കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ, റെസിസ്റ്റ് ദി കംപ്രസീവ് സ്ട്രെങ്ത്. അതായത് നമുക്ക് അടിച്ചു പരത്താനുള്ളൊരു പ്രോപ്പർട്ടി. അതാണ് മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നിർത്താനുള്ള പ്രോപ്പർട്ടി. ഓക്കെ, ഒന്ന് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, ഒന്ന് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് റെസിസ്റ്റ് ചെയ്യുന്നത്. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടഫ് മെറ്റീരിയൽ? താഴെ തന്നിരിക്കുന്നതിൽ ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്? അലൂമിനിയം, കാസ്റ്റ് അയൺ, ടിന്ന്, റോട്ട് അയൺ. ഓക്കെ, ഇപ്പോൾ ടഫ് മെറ്റീരിയൽ ഏതാണ്? റോട്ട് അയൺ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി റോട്ട് അയൺ ആണ് താഴെ തന്നിരിക്കുന്നതിലുള്ള ടഫസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ മനസ്സിലായി വരും ഏതൊക്കെയാണ് ടഫസ്റ്റ് മെറ്റീരിയൽ എന്നൊക്കെ ഉള്ളത് കേട്ടോ. കാരണം മറ്റേ ഇതിപ്പോൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഏതാണ്ട് മനസ്സിലാവും. അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഇസ് ഫിറ്റഡ് ബിറ്റ്വീൻ അസറ്റിലിൻ ജനറേറ്റർ ആൻഡ് ബ്ലോ പൈപ്പ്? അസറ്റിലിൻ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു സിലിണ്ടറിൻ്റെ അടുത്ത് വരുന്ന സംഗതിയാണ് അസറ്റിലിൻ ജനറേറ്റർ. അതിൻ്റെ ബ്ലോ പൈപ്പിൻ്റെ ഇടയിലാണ് ആര് വരുന്നത്? അസറ്റിലിൻ ഗ്യാസ് പ്യൂരിഫയർ വരുന്നത് കേട്ടോ. അസറ്റിലിൻ ഗ്യാസ് പ്യൂരിഫയർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്യാസ് പ്രീ ഹീറ്റർ അതൊക്കെ അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്ന സംഗതിയാണ്. അതിൻ്റെ ഇടയിൽ വരുന്നത് എന്താണ്? അസറ്റിലിൻ ഗ്യാസ് പ്യൂരിഫയർ ആണ്. ദ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ അപ് ടു 10 mm, അപ് ടു 5 mm, എബവ് 5 mm, എബവ് 10 mm. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് അപ് ടു 5 mm ആണ്. അപ്പോൾ ഈ 5 mm എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലേറ്റിൻ്റെ തിക്നെസ് കേട്ടോ. പ്ലേറ്റ് തിക്നെസ് ആണ് ഈ 5 mm എന്ന് പറയുന്നത്. അത് നോക്കാം. എൻ്റെ ഫിഗർ ഉണ്ട് ഇവിടെ. നമുക്ക് 2 ടൈപ്പ് വെൽഡിംഗ് ആണുള്ളത്, ലെഫ്റ്റ് വേർഡും റൈറ്റ് വേർഡും. ലെഫ്റ്റ് വേർഡിൻ്റെ ഒരു പേരാണ് ഫോർവേഡ് വെൽഡിങ്, റൈറ്റ് വേർഡിൻ്റെ പേരാണ് ബാക്ക്വേർഡ് വെൽഡിങ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് വേർഡ് വെൽഡിങ്ങിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ്? റെസ്ട്രിക്റ്റഡ് ടു വെൽഡിങ് 5 mm തിക്ക് പ്ലേറ്റ്സ്. ഓക്കെ, 5 mm തിക്ക് പ്ലേറ്റ്സ് വരെയുള്ളൂ നമുക്ക് ആ ഒരു ഫോർവേഡ് വെൽഡിങ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് വെൽഡിങ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലുള്ളതൊക്കെ റൈറ്റ് വേർഡ് വെൽഡിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് നിങ്ങളൊന്ന് നോക്കി നോക്കട്ടെ. അതിൻ്റെ ബ്ലോ പൈപ്പ് ആംഗിൾ ഉണ്ട്, ഇത് ചോദിച്ചതാണ് കേട്ടോ. ബ്ലോ പൈപ്പ് ആംഗിൾ 60 മുതൽ 70 ഡിഗ്രിയാണ് ഫോർവേഡ് വെൽഡിങ്ങിനാണെങ്കിൽ. ഇവിടെ റൈറ്റ് വേർഡ് വെൽഡിങ്ങിന് വരുന്നത് 40 to 50 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് ബ്ലോ പൈപ്പ് ആംഗിൾ മുന്നത്തെ ഒരു വെൽഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. അത് നോക്കുക. അതുപോലെ ഇവിടെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യൻസായി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.